കൊല്ലം ചിതറയിൽ ഓടിക്കൊണ്ടിരുന്ന പ്രൈവറ്റ് ബസിന്റെ മുൻവശത്തെ ടയർ ഇളക്കിത്തെറിച്ച അപകടം. ഇന്ന് ഉച്ചയ്ക്ക് ചിതറ കല്ലുവെട്ടാൻകുഴി കല്ലറയ്ക്ക് പോകുന്ന പട്ടുറുമാൽ ബസിന്റെ മുൻവശത്തെ ടയറാണ് ഊരിത്തെറിച്ചത്. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. മുൻഭാഗം ഊരിത്തെറിച്ചപ്പോൾ എതിർഭാഗത്ത് കൂടി വാഹനം വരാത്തതിനാൽ കൂടുതൽ അപകടം ഒഴിവാകുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി കാണാം. ഒരു വളവ് തിരിഞ്ഞു വരുന്ന സമയത്താണ് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനത്തിന്റെ രണ്ട് ടയറുകളും ഊരിത്തെറിച്ചു പോയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എ വി ജയശങ്കർ വിവരങ്ങളുമായുണ്ട്. ജയശങ്കർ, എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാവരും പറയുന്നത്? ഇതാണ് ആ ദൃശ്യം. അവിടെ ആ വാഹനം ആ വളവ് തിരിഞ്ഞു വരുന്ന വഴിയിലാണ് അപകടമുണ്ടാകുന്നത്. ജയശങ്കരി, അപകടം എങ്ങനെയുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്? മാധു, കൊല്ലം ചിതറയിൽ ആണ് ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ബസിന്റെ ടയർ ഊരിത്തെറിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ചിതറ കല്ലുവെട്ടാൻകുഴിയിൽ നിന്ന് കല്ലറയ്ക്ക് പോവുകയായിരുന്ന പട്ടുറുമാൽ ബസിന്റെ ടയർ ഊരിത്തെറിക്കുന്ന സംഭവം ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വലിയ ഞെട്ടലാണ് ആ സംഭവത്തിൽ ഉണ്ടാക്കുന്നത്. ഈ അപകടം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ എതിർ ദിശയിൽ നിന്നൊക്കെ തന്നെ വാഹനം വരാത്തത് വലിയൊരു അപകടം ഒഴിവാക്കി. ഒരു വളവൊക്കെ തിരിഞ്ഞ ഈ ബസ് വരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ടയർ ഊരിത്തെറിച്ചത്. എന്തായാലും ഈ അപകട സമയത്ത് ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും തന്നെ പരിക്ക് പറ്റിയിട്ടില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇനി എന്ത് സാങ്കേതിക പ്രശ്നമാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ നടത്തുന്ന അന്വേഷണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനാകുക. കാരണം ഒരേ സമയം ഇങ്ങനെ ടയറുകളൊക്കെ ഊരിത്തെറിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അതിൽ അസ്വാഭാവികതയുണ്ട്, ഇല്ലെങ്കിൽ അത് സ്വാഭാവികമായി സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഉണ്ടായതാണ്. എന്തായാലും അക്കാര്യത്തിലൊക്കെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ തന്നെ അന്വേഷണം നടക്കാനുണ്ട്. എന്തായാലും ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ അവരുടെ ജീവനായുസിന് ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രം, ഭാഗ്യത്തിന് തുണയുള്ളത് കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ പോകാതെ രക്ഷപ്പെട്ടത്. ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ കൊല്ലം ചിതറയിൽ ഇങ്ങനെ ആരെയും ഭീതിപ്പെടുത്തുന്ന ഇങ്ങനെ ഒരു ദൃശ്യമുണ്ടായത്. എന്തായാലും വലിയ ആശ്വാസം, അപകടത്തിൽ ആർക്കും പരിക്കില്ല. അതങ്ങനെ ഒരു രണ്ട് ടയർ ഊരിത്തെറിക്കുന്ന സംഭവത്തിൽ അത് അവസാനിച്ചു എന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഇതിന്റെ കാരണം ഉൾപ്പെടെ സംബന്ധിച്ച് ഇനി വരും മണിക്കൂറുകളിലെ പരിശോധനയിലാണ് കൂടുതൽ വ്യക്തത വരിക. മാധു, ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് വീണ്ടും കാണുന്നത്. ആ വാഹനത്തിന്റെ ടയറുകൾ ഊരിത്തെറിക്കുന്നു. മുൻഭാഗം ഇരുന്നു പോവുകയാണ്. രണ്ട് ടയറുകളും നഷ്ടമാകുന്ന സാഹചര്യത്തിൽ മുൻഭാഗം ഇരുന്നു പോവുകയാണ്. ആ ടയർ ഉരുണ്ടു വരുന്ന സമയത്ത് എതിർവശത്തേക്ക് വാഹനങ്ങൾ വരാത്തതും പിന്നിൽ നിന്ന് വാഹനത്തിന് എത്രയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞതുമാണ് വലിയ അപകടമില്ലാതെ പോയത്. വളവ് തിരിഞ്ഞു വന്നതുകൊണ്ട് തന്നെ വേഗത കുറവായിരുന്നു എന്നതും പ്രധാനമാണ്.